അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദി. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. 2 മക്കാബയർ 8:18 ദൈവവചനം നമ്മോട് സംസാരിക്കുന്നു. തനിക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ ലോകം മുഴുവനെ തന്നെയും തൻ്റെ അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. പ്രത്യാശയുടെ ഈ ബലിവേദിയിൽ യേശുനാമത്തിൽ ഒരുമിച്ചുകൂടി ഈ വിശുദ്ധവാര ദിനങ്ങളിൽ ബലിയർപ്പിക്കാൻ തമ്പുരാൻ്റെ അനുഗ്രഹവും കൃപയും ചൊരിയപ്പെട്ടതിനാൽ ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ പ്രത്യാശയോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കായിരിക്കാം. കൊറോണ എന്ന മഹാമാരി ലോകം മുഴുവനെയും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് വേദനിക്കുന്ന ദുരിതങ്ങളിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. പലപ്പോഴും ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന സഹനങ്ങളെയും ദുഃഖങ്ങളെയും വേദനകളെയും ഏറ്റെടുക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ ദൈവത്തെ നാം പഴിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവസരത്തിൽ സർവശക്തനായ ദൈവത്തോട് മാപ്പപേക്ഷിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഈ ലോകം മുഴുവനും തന്നെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴിയായി ഈശ്വര തിരുഹൃത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അനതാവാർദ്രമായ ഹൃദയത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പരിശുദ്ധമായ ഈ ബലിയിൽ നമുക്ക് പങ്കുചേരാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ കൂദാശകൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുന്ന പോലെ പാപപ്രതി പ്രാപിക്കുവാനും ഞങ്ങളെ അർഹരാക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിക്കുകയും വാഴും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
സഹോദരരെ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 49, വാക്യങ്ങൾ 1 മുതൽ. തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി. തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി. തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു. ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്. നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു. എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ. കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. ദൈവമേ, എന്നെ മോചിപ്പിക്കുവാൻ ദയ തോന്നണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ. എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ. ദൈവമേ, എന്നെ മോചിപ്പിക്കുവാൻ വേഗം തോന്നണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജിച്ചുകൊണ്ട് സ്തബ്ധരാകട്ടെ. ദൈവമേ, എന്നെ മോചിപ്പിക്കുവാൻ വേഗം വരണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. ദൈവമേ, എന്നെ മോചിപ്പിക്കുവാൻ ദയ തോന്നണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്. ദൈവമേ, എൻ്റെ അടുത്ത് വേഗം വരണമേ. അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ്. കർത്താവെ, വൈകരുതേ. ദൈവമേ, എന്നെ മോചിപ്പിക്കുവാൻ ദയ തോന്നണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. ദൈവവചനമിതാ, ജീവദായക വചനമിതാ, മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ, 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 ജീവദായക വചനമിതാ, മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ, ദൈവവചനമിതാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 13, വാക്യങ്ങൾ 21 മുതൽ. ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി. അവൻ വ്യക്തമായി പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നിരുന്നു.
ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ച് പറഞ്ഞു, അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക. യേശുവിൻ്റെ വശത്തിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ, ആരാണത്? അവൻ പ്രതിവചിച്ചു, അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷ്ണം മുക്കി ശിമയോൻ സ്കറിയത്തായുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. എന്നാൽ ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവൻ ഇത് എന്തിനു പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല. പണസഞ്ചി യൂദാസിന്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു. ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. ശിമയോൻ പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? യേശു പ്രതിവചിച്ചു, ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ നിനക്ക് കഴിയുകയില്ല, എന്നാൽ പിന്നീട് നീ അനുഗമിക്കും. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കുവാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കും. യേശു പ്രതിവചിച്ചു, നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നത് വരെ കോഴി കൂവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, തമ്പുരാൻ നമുക്ക് മുമ്പിൽ 2 വ്യക്തികളെ എപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം, എപ്രകാരം തമ്പുരാനെ പിന്തുടരണമെന്ന് കാണിച്ചു തരുവാനായിട്ട് ഇന്ന് വെളിപ്പെടുത്തുകയാണ്. ആ 2 വ്യക്തികളെ നമുക്ക് സുപരിചിതമാണ്. മറ്റാരുമല്ല, ഒന്ന് യൂദാസും മറ്റൊന്ന് പത്രോസുമാണ്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിന്നും അവൻ്റെ ശരീരം സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവനാണ് യൂദാസ്. കർത്താവിൻ്റെ വിളി സ്വീകരിച്ച് പൂർണ്ണമായിട്ടും തൻ്റെ പ്രിയപ്പെട്ടവരെയും തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് പിൻചെല്ലിയവൻ. വചനം പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിന്ന് അപ്പം സ്വീകരിച്ചതിന് ശേഷം പിശാച് അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്നാണ്. പിന്നീടുള്ള വചനങ്ങളും പറയുന്നുണ്ട്, അവൻ പുറത്തേക്ക് പോയി, അപ്പോൾ രാത്രിയായിരുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഉദ്ദേശശുദ്ധി നന്മയല്ലെങ്കിൽ അവനെ പിടികൂടുന്നത് പൈശാചിക ശക്തിയാണ്. പത്രോസ് വള്ളവും വലയും ഉപേക്ഷിച്ചവൻ, തൻ്റെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ച് തനിക്കുള്ളതെല്ലാം തൻ്റെ പിന്നിലേക്ക് എറിഞ്ഞ് ക്രിസ്തു മാത്രം മതിയെന്ന് ഹൃദയത്തിലും മനസ്സിലും ആത്മാവിൽ ഏറ്റു പറഞ്ഞവൻ. ഒരു സുപ്രഭാതത്തിൽ ഞാൻ ആരാണ് എന്ന് ക്രിസ്തു ചോദിക്കുമ്പോൾ ചങ്കുറ്റത്തോടെ പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. സ്വർഗത്തിൻ്റെ താക്കോൽ, പാപമോചിക്കുവാനുള്ള അധികാരം, അഴിക്കുവാനും കിട്ടുവാനുള്ള അധികാരം ക്രിസ്തുവാനോട് കൊടുക്കുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഇതാ ഞാൻ പീഡാസഹനത്തിലൂടെ മരണത്തിലൂടെ കടന്നു പോകുന്ന ക്രിസ്തു പറയുമ്പോൾ മുൻപിൽ കയറി നിന്നുകൊണ്ട് അവൻ തടസ്സം നിൽക്കുകയാണ്. ക്രിസ്തു അവനെ വിശേഷിപ്പിക്കുക, സാത്താനെ, നിന്റെ ചിന്ത ദൈവികമല്ല എന്നുള്ളതാണ്. അപ്പക്കഷ്ണം സ്വീകരിച്ച യൂദാസിന്റെ ഉദ്ദേശം നല്ലതല്ലായിരുന്നു. അവന്റെ ചിന്ത ദൈവികമല്ലായിരുന്നു. ഇവിടെ ഇതാ സ്വർഗത്തിന്റെ താക്കോൽ പോലും ലഭിച്ച പത്രോസിനെ നോക്കി കർത്താവ് പറയാണ്, നിന്റെ ചിന്ത ദൈവികമല്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വിശുദ്ധവാര ദിനത്തിൽ തമ്പുരാന്റെ സന്നിധിയിൽ പ്രത്യാശയോടെ നടന്നു വരുമ്പോൾ, ഈ ബലിവേദിക്ക് മുമ്പും യേശുനാമത്തെ ഒരുമിച്ച് കൂടി നന്ദിയോടെ ബലിയർപ്പിക്കുമ്പോൾ ഈ 2 വ്യക്തികളെ നമ്മൾ ധ്യാനിക്കുകയാണ്. ഈ 2 പേരും നമ്മളെ ഓരോരുത്തരെയും പ്രതികരിക്കുകയാണ്. ഇവിടെ അവസാന നാളുകളിൽ നാം ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ഒറ്റക്കൊടുത്തവൻ പിന്നീട് അവനിലേക്ക് തന്നെ നോക്കുകയാണ്.
കുറ്റബോധത്താൽ ആത്മഹത്യ ചെയ്യുന്ന യുദാസ്. അവനൊരിക്കൽ പോലും തൻ്റെ കൂടെ നടന്ന തന്നെ വിളിച്ച തമ്പുരാന്റെ മുഖത്തേക്ക് അവൻ നോക്കുന്നില്ല. ഒരു പക്ഷേ അവൻ നോക്കിയിരുന്നെങ്കിൽ അനേകരെ സുഖപ്പെടുത്തിയ, അനേകരുടെ പാപങ്ങൾക്ക് മോചനം നൽകിയ കർത്താവിൻ്റെ കരുണാർദ്രമായ ഹൃദയം അവൻ കണ്ടെത്തിയേനെ. അങ്ങനെയെങ്കിൽ ഒറ്റിക്കൊടുത്ത യുദാസ് ഇന്ന് ലോക ചരിത്രത്തിൽ തന്നെ ഒരു വിശുദ്ധനായി മാറിയേനെ. തള്ളിപ്പറഞ്ഞ പത്രോസ്, അവൻ നോക്കിയത് അവനിലേക്കല്ല, തൻ്റെ കൂടെ നടന്ന്, തൻ്റെ കൂടെ കിടന്ന്, തൻ്റെ ശരീരവും രക്തവും ഭക്ഷണമായി നൽകിയ തമ്പുരാനെ മാറോട് ചേർത്ത് പിടിച്ച അവനറിയാമായിരുന്നു ക്രിസ്തു ആരെന്ന്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നോക്കി കരഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന വലിയൊരു അഭിഷേകമുണ്ട്. അത് അനുതാപത്തിൻ്റെ അഭിഷേകമാണ്. ഈ ദിനങ്ങളിൽ നാം നോക്കേണ്ടത് നമ്മിലേക്കല്ല, കർത്താവിലേക്കാണ്. അനുതാപാർദ്രമായ ഹൃദയത്തോടുകൂടി കരുണാർദ്രനായ ക്രിസ്തുവിനെ നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് അഭിഷേകം കടന്നു വരും. ക്രിസ്തുവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ഈ വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഈ ലോകം മുഴുവനും തന്നെയും തൻ്റെ അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയാവുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. പ്രത്യാശയോടെ തമ്പുരാനെ നോക്കാം. പ്രത്യാശയോടെ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അവിടെ നമ്മളെ നിറയ്ക്കുകയും ക്രിസ്തുവിലായിരിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാണെന്ന് പറയുന്ന അവിടുത്തെ വചനം നമ്മളിൽ പൂർത്തിയാവുകയും ചെയ്യും. അതിലൂടെ ഈ ദിനങ്ങളിൽ ക്രിസ്തുവിൻ്റെ ചൈതന്യം നമ്മെ പുതിയ സൃഷ്ടികളാക്കി മാറ്റട്ടെ. സർവ്വ ഉപേക്ഷിച്ച് തമ്പുരാനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയൊരു അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് ഈശ്വര തൃകൃതിയിലേക്ക് നമ്മുടെ കുറവുകളും പോരായ്മകളും ചേർത്ത് വെച്ച് പത്രോസിനെ പോലെ അവിടുത്തെ കരുണാർദ്രമായ നയനങ്ങളിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ ജീവിതത്തോട് കരുണ തോന്നണമേ, എൻ്റെ കുടുംബത്തോട് കരുണ തോന്നണമേ, എൻ്റെ ദേശത്തോട്, എൻ്റെ രാജ്യത്തോട്, ഈ ലോകം മുഴുവനോടും കരുണ തോന്നണമേ. നിത്യപിതാവുമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ, കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ, ഉള്ളവും എന്നുള്ളതും ദേഹവും എൻ ദേഹിയും സ്നേഹമോടേക സ്നേഹമോടേക. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ കുടുംബത്തിൻ്റെ കാഴ്ചദ്രവ്യങ്ങളിൽ സംപ്രീതിയോടെ തൃക്കൻ പാർക്കുകയും ദിവ്യദാനങ്ങളിൽ അവർ പങ്കുകാരായി അവയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ.
ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും മഹനീയമായ ഉത്ഥാനത്തിൻ്റെയും ദിനങ്ങൾ ആസന്നമായിരിക്കുന്നുവെന്നത് സുവിദിതമാണല്ലോ. അതുവഴി പുരാതന ശത്രുവിൻ്റെ അഹങ്കാരം തകർത്ത് വിജയം വരിച്ച് ഞങ്ങളുടെ രക്ഷയും രഹസ്യവും ആഘോഷിക്കപ്പെടുന്നു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ പ്രാഭവും ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആലപിക്കുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടുത്തെ മഹിമയാൽ നിറഞ്ഞിടുന്നു. സ്വർഗവും ഭൂമിയും വാഴ്ത്തിടുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടുത്തെ മഹിമയാൽ നിറഞ്ഞിടുന്നു. സ്വർഗവും ഭൂമിയും വാഴ്ത്തിടുന്നു. ഓശാന, ഓശാന, അത്യുന്നതങ്ങളിൽ ഓശാന, ഓശാന, ഓശാന. ദാവീദിൻ സൂനുവിൻ ഓശാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും
അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാരോടും മെത്രാന്മാരോടും വൈദികഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവ് പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാം പൂജിതമാണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളിൽ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങ് എന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവിൻ്റെ ശരീരം എന്നെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ദിവ്യകാരുണ്യമേ, എന്റെ പൊന്നേശുനാഥ, വന്നു വാണിടുമോ എന്റെ ഹൃദയത്തിനുള്ളിൽ. സ്നേഹകൂദാശയായി തീർന്നോരാ ദൈവ സ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷാകരമായ ദാനത്താൽ പരിഭൂഷിതരായി അങ്ങേ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. അങ്ങനെ കൃതാശയാൽ ഈ കലയളവിൽ ഞങ്ങളങ്ങ് പരിപോഷിപ്പിക്കുന്ന പോലെ നിത്യജീവനിൽ ഞങ്ങൾ പങ്കാളികളാകുവാൻ കാരുണ്യപൂർവ്വം അങ്ങ് ഇടയാക്കണമേ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.